ഹലോ ഓൾ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് നമ്മൾ കാത്തിരുന്നൊരു ഐറ്റം എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഇതാണ് ആ ഐറ്റം. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ SCERT ബുക്കിൻ്റെ ലക്ഷ്യയുടെ ഗൈഡാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ ഡിഗ്രി ലെവൽ റാങ്ക് ഫയലിൻ്റെ വീഡിയോയും ഇതുപോലെ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ റിവ്യൂമായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കത്തിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വേറെ ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ കത്തിയെ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഞാൻ നേരെ ഇത് അൺബോക്സ് ചെയ്യുന്ന പരിപാടിയിലേക്ക് കടക്കുകയാണ്. കത്തി കൊണ്ട് നമ്മളിങ്ങനെ വരയുന്നു. അപ്പോൾ സംഭവം ഇങ്ങനെ നല്ലൊരു പാക്കിങ് തന്നെയാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ലക്ഷ്യയുടെ എന്നല്ല, ഈ പറയുന്ന പോലെ പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള ഐറ്റംസിൻ്റെ ഒക്കെ പാക്കിംഗ് ഒക്കെ നല്ല ക്വാളിറ്റിയിലാണ് അവർ ചെയ്തു തരുന്നത്. അത് ഭയങ്കര പ്രശംസനീയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. നല്ല കട്ടിയില്ല, അതുകൊണ്ട് തന്നെ എനിക്കിത് പൊളിക്കാൻ പറ്റില്ല. കുറച്ച് നേരമായിട്ട് ഞാനിത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതാണ് ഐറ്റം ഇതാണെന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ പാക്കിങ് ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ കുറച്ചധികം സമയം എടുത്തിട്ടാണ് ഇതിൻ്റെ പാക്കിങ് ഒന്ന് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ എന്നിട്ടും ബാക്കി ഇതുപോലെ ആ 4 പുസ്തകങ്ങൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ നല്ല ഭംഗിയായിട്ട് വീണ്ടും റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലക്ഷ്യയുടെ ആ ഒരു പാക്കിങ്ങിൻ്റെ ആ ഒരു രീതി അത് പറയാതിരിക്കാതെ വയ്യ. കാരണം അപ്പോൾ ആദ്യമായിട്ടല്ല നമ്മളിങ്ങനെ പുസ്തകം മേടിക്കുന്നത്. ലക്ഷ്യയുടെ കയ്യിൽ നിന്ന് ആദ്യമായിട്ടല്ല പുസ്തകം മേടിക്കുന്നത്. അപ്പോൾ എത്ര തവണ പുസ്തകം മേടിച്ചിട്ടുള്ളപ്പോഴൊക്കെ ലക്ഷ്യയുടെ പാക്കിങ് ഒരു രക്ഷയില്ലാത്ത പാക്കിങ് തന്നെ കേട്ടോ. അപ്പം ഇങ്ങനെ 4 വോളിയമായിട്ടാണ് ഇത്. ഒന്നാമത്തെ വോളിയം, അതുപോലെ തന്നെ ഇത് സയൻസിൻ്റെ ഒരു സോഷ്യൽ സയൻസിൻ്റെ ഒരു പാർട്ടാണിത്. പിന്നെ ഇത് കെമിസ്ട്രിയുടെ ഒരു വോളിയമാണ്. ഇത് ബയോളജി. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് വെവ്വേറെ പുസ്തകങ്ങളാണെന്ന് ഈ ഒരു വീഡിയോയിൽ കൂടെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സോഷ്യൽ സയൻസിന് എല്ലാ ഇതിനും കൂടെ ഒരൊറ്റ ടെക്സ്റ്റ് ആയതുകൊണ്ട് ഈ ഒരു ടെക്സ്റ്റിന് അത്യാവശ്യം വണ്ണമുള്ളതുപോലെ അല്ലേ, അതായത് കനം ഉള്ളതുപോലെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ബാക്കിയുള്ള ടെക്സ്റ്റൊക്കെ നോർമൽ, അത്രയും കട്ടിയോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എനിക്ക് പൊതുവേ മനസ്സിലായിട്ടുള്ളത് ഇത്തവണത്തെ ബയോളജിയുടെ ഇത്തിരി വലിയ പുസ്തകമാണ്. പക്ഷെ എന്നാലും പൊതുവേ ഇത്തവണത്തെ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കുകളെല്ലാം തന്നെ കണ്ടന്റിന്റെ കാര്യത്തിൽ ഒത്തിരി കൂടുതലാണ് കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സോഷ്യൽ സയൻസിൻ്റെ പുസ്തകം ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ സ്കൂൾ ടൈം ക്ലാസ് റൂം അറിവ് എന്ന് പറയുന്ന ആ ഒരു സ്ഥിരം പേര് തന്നെയാണ് ഈ ഒരു പുസ്തകത്തിനും ലക്ഷ്യ പബ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ സാമൂഹിക ശാസ്ത്രത്തിൽ നിന്നാണ് ഇൻഡെക്സ് തുടങ്ങുന്നത് കേട്ടോ. സാമൂഹിക ശാസ്ത്രത്തിൽ നിന്ന് തുടങ്ങുന്നു. അതിനുശേഷം 5ാം ക്ലാസ്, പിന്നെ 5ാം ക്ലാസ്സിൻ്റെ പാർട്ട് 2, പിന്നെ 6ാം ക്ലാസ് പാർട്ട് 1, പാർട്ട് 2, പിന്നെ 7ാം ക്ലാസ്, അങ്ങനെ ക്ലാസ് വൈസ് ആണ് ഇതിൻ്റെ ഇത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ് വൈസ് പോകുന്നത് കൊണ്ട് തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ടൊക്കെ ഉള്ളൊരു താല്പര്യം വർദ്ധിക്കും. അപ്പോൾ അതൊരു നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ 5ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പീലിയുടെ ഗ്രാമം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഭക്ഷണവും മനുഷ്യരും അങ്ങനെ ഓരോരോ ചാപ്റ്റർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പീലിയുടെ ഗ്രാമമൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പം അത് കൃത്യമായിട്ട് അതിൻ്റെ അകത്തുള്ള പോയിന്റ്സ് ഒക്കെ ഒരുവിധം ഉൾപ്പെടുത്തിയിട്ട് തന്നെ, ഒരുവിധം നല്ല എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു പോർഷൻ പോയിന്റ്സും ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് ഇവർ ഈ പുസ്തകം ഇറക്കിയിരിക്കുന്നത്. ഓക്കെ, ഞാൻ അതിൻ്റെ PDF വായിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാനതപ്പോൾ അങ്ങനെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF ഓൾറെഡി വായിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ അത് നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത് പോലെ എനിക്ക് തോന്നി. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കിനി നോക്കിയാലേ അറിയത്തുള്ളൂ. പിന്നെ മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു ഗുണമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത്, സാധാരണ നമ്മൾ PDF നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF എടുത്ത് വായിക്കുമ്പോഴത്തേക്കും അത്
എപ്പോഴും ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF തന്നെയാണ് നല്ലത്. എന്നാലും കുറച്ചും കൂടെ സോർട്ട് ചെയ്ത് നമുക്കൊരു സമാധാനത്തോടു കൂടി ഒരൊറ്റ ടെക്സ്റ്റിൽ ഈ ഒരു ഐറ്റംസ് എല്ലാം കൂടെ കിട്ടുമ്പോൾ നമുക്കത് വായിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് തോന്നും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. ഇനി ബാക്കി താണ്ടെ നമുക്ക് ഫിസിക്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഫിസിക്സും പിന്നെ അതുപോലെ തന്നെ 5ാം ക്ലാസ് മുതൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഭൗതികശാസ്ത്രം 5ാം ക്ലാസ് 6ാം ക്ലാസ് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇൻഡെക്സ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് മനസ്സിലായത്, സയൻസിൻ്റെ പോർഷൻ ഭയങ്കര വാസ്റ്റായിട്ട് പഠിക്കാനായിട്ടുണ്ട്. അത് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാവുന്നതാണ്. കഴിഞ്ഞ തവണത്തെ ക്ലാസ് റൂം അറിവ് അഥവാ ഈ സ്കൂൾ ടൈം ക്ലാസ് റൂം അറിവ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം ഭയങ്കര ചെറുതായിരുന്നു. അതായത് ചെറുതെന്ന് പറയുമ്പം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ സയൻസിൻ്റെ പുസ്തകത്തിനായിരുന്നു 3 പാർട്ടായിട്ടുണ്ടായിരുന്നത്, സയൻസിൻ്റെതായിരുന്നു ഒരൊറ്റ പാർട്ടായിട്ട് തന്നിരുന്നത്. പക്ഷെ ഇത്തവണ സയൻസ് ആണ് അവർ 3 പാർട്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം സയൻസ് വാസ്റ്റായിട്ട് പഠിക്കാനായിട്ടുണ്ട്, കുറച്ചധികം പഠിക്കാനായിട്ട് ഇത്തവണ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ തവണത്തെ സ്കൂൾ ടെക്സ്റ്റിൻ്റെ ആ ഒരു പ്രത്യേകത 5ാം ക്ലാസ് മുതൽ പ്രതിഫലിച്ച് കാണുന്നുണ്ട്. അതായത് 5ാം ക്ലാസ്സിലെ ഓരോ ചാപ്റ്റേഴ്സ് പോലും 5ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് പോലും നല്ല രീതിയിൽ വലിയ ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഒരൊറ്റ ചാപ്റ്ററാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴാണ് ഒരു ചാപ്റ്റർ കഴിയുന്നത്. ഇത്രയും പേജസ് കഴിയുമ്പോഴാണ് ഈ ഒരു ചാപ്റ്റർ കഴിയുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര ടാസ്ക്കായിട്ട് നമുക്ക് തോന്നും. കാരണം ഇനിയിപ്പോൾ പഠിച്ചു വരുമ്പോഴത്തേക്കും അത് അത്രയും പഠിക്കണമല്ലോ എന്നുള്ളൊരു സംഭവം എൻ്റെ മനസ്സിൽ പോലും ഇപ്പോൾ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് കെമിസ്ട്രി എന്ന് പറയുന്നൊരു സംഭവമാണ്. കെമിസ്ട്രി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കെമിസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെയാണ്. എങ്ങനെ അത്യാവശ്യം വാസ്റ്റായിട്ട് പഠിക്കാനായിട്ടുണ്ട്. 5ാം ക്ലാസ് മുതൽ തന്നെയാണ് ഇതും ആരംഭിക്കുന്നത്. ജലം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് കെമിസ്ട്രിയുടെ പുസ്തകം സ്റ്റാർട്ട് ചെയ്യുന്നത്, ജലം നിത്യജീവിതത്തിൽ. അപ്പോൾ ജലം നിത്യജീവിതത്തിലൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളൊരു ചാപ്റ്റർ ആയതുകൊണ്ട് അത്യാവശ്യം ക്രോഡീകരിച്ച് അല്ലെങ്കിൽ ഒന്ന് ചുരുക്കി നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ 4 പേജുകളിലായിട്ടാണ് 4 പേപ്പറുകളിലായിട്ടാണ് ആ ഒരു ചാപ്റ്റർ തീർത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ PDF ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം 10-15 മേലെ പേജസ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഈ ജലം നിത്യജീവിതത്തിൽ. അതുപോലെ തന്നെ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ഇതുപോലെ ഒന്ന് ചുരുക്കി തരാനായിട്ട് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നമ്മളെ സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചുരുക്കി നമുക്ക് പഠിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. സെയിം രീതിയിൽ തന്നെയാണ് ബയോളജിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം രീതി തന്നെയാണ്. അത്യാവശ്യം വലിപ്പമുള്ള പുസ്തകമാണ്, ഞാൻ ആദ്യമേ തന്നെ അത് പറഞ്ഞിരുന്നു. വലിപ്പമുള്ള പുസ്തകത്തിൻ്റെ ഒപ്പം തന്നെ ബയോളജിയിൽ ഇത്തവണ ഒത്തിരി കണ്ടൻസ് പഠിക്കാനായിട്ടുണ്ട്. കണ്ടന്റ് പഠിക്കാനുണ്ടെന്ന് മാത്രമല്ല, ഇത്തവണ അല്ലെങ്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ചോദ്യ പേപ്പറുകൾ കണ്ടു കഴിഞ്ഞാലും ബയോളജിയിൽ പുതിയ കുറേ കാര്യങ്ങൾ, ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും 3ലും ഒത്തിരി പുതിയ ചോദ്യങ്ങൾ കയറി വരുന്നതായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതും 5ാം ക്ലാസ് മുതൽ തന്നെയാണ് ആരംഭിക്കുന്നത്. പാർട്ട് 1 പാർട്ട് 2 എന്നുള്ള രീതിയിൽ തന്നെയാണ് സ്കൂൾ ടൈം അറിവിൻ്റെ ഈ ഒരു ബയോളജി ടെക്സ്റ്റ് ബുക്കും ആരംഭിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ക്ലാസ് റൂം അറിവിൻ്റെ ക്ലാസ് റൂം അറിവ് അല്ലെ, സ്കൂൾ ടൈം ക്ലാസ് റൂം അറിവ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകമാണ് ഇപ്പോൾ നമ്മൾ നോക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കഴിഞ്ഞ തവണത്തെ, അതായത് ഓൾഡ് SCERTയുടെ എഡിഷൻ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കുകൾ എന്തായാലും ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് യാതൊരു സംശയവും ഇല്ല. ഓക്കെ, പിന്നെ ഇനിയിപ്പം കമ്പനി ബോർഡ് LGS, അതുപോലെ തന്നെ ബെവ്കോ LD, പിന്നെ VFA മുതലായിട്ടുള്ള എക്സാമുകളൊക്കെ വരാനും പോകുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരീക്ഷകൾ, 10th ലെവൽ പരീക്ഷകൾക്കൊക്കെ എന്ത് ആവശ്യമാണ്, ഈ പറയുന്ന പോലെ SCERT ടെക്സ്റ്റ് ആവശ്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്നാണ് കരുതുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു റിവ്യൂ തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇതിൻ്റെ അകത്തുള്ള കണ്ടന്റ് ഞാൻ വായിച്ച് നോക്കിയിട്ടില്ല, നിങ്ങളോടൊപ്പം തന്നെയാണ് ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ, അതായത് ഓൾഡ് SCERT വായിച്ചിട്ടുള്ളതിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സ്കൂൾ ടൈം ക്ലാസ് റൂം അറിവെന്ന് പറയുന്ന ലക്ഷ്യയുടെ പബ്ലിക്കേഷൻ്റെ ഈ ഒരു പുസ്തകം തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇത് ഒരു കാരണവശാലും ഒരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല. കാരണം എൻ്റെ ചാനൽ അത്ര വളർന്നൊരു ചാനലൊന്നും അല്ലെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ലക്ഷ്യയെ പോലത്തെ ആൾക്കാരുടെ ഒന്നും ഇതുപോലത്തെ പ്രൊമോഷനോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഈ ഒരു പുസ്തകം ഞാൻ എന്തായാലും
നല്ല ഒരു അഭിപ്രായം തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് പൈസ കൊടുത്ത് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ 1600 രൂപയാണ് ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ വില എന്നും കൂടെ 1680 രൂപ. അപ്പം ഓൺലൈനായിട്ടാണ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യയുടെ സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ചെറിയൊരു ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ അങ്ങനെ 1680 രൂപയോളമാണ് എനിക്ക് ഈ ഒരു കൊറിയർ ചാർജ് ഉൾപ്പെടെ എല്ലാം കൂടെ നമുക്ക് ആയിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.